ഹലോ. അങ്ങനെ ക്രിസ്മസ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഉഷാറിൽ തന്നെ എങ്ങോട്ട് പോകാമെന്ന് ആലോചിച്ചപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ്സ് കാണണമെന്നൊരാഗ്രഹം. ഒരു പ്രോപ്പർ നല്ല ഭംഗിയുള്ളൊരു ക്രിസ്മസ് മാർക്കറ്റ് ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എവിടെ പോയി കാണാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഓക്സ്ഫോർഡ് ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അതാണോ അത് ബെസ്റ്റ് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ എന്തായാലും ഓക്സ്ഫോർഡ് എന്തായാലും ഡ്രൈവ് ചെയ്ത് പോകാമെന്നുള്ളതിൽ ഡ്രൈവ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓക്സ്ഫോർഡ് വന്ന പോലെ തന്നെ ഞങ്ങൾ പാർക്ക് ആൻഡ് റൈഡിൽ പോയി അവിടെ കാറ് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ബസ് എടുത്തിട്ടാണ് പിന്നെ സിറ്റി സെൻറ്ററിലോട്ട്. അപ്പോൾ ഓക്സ്ഫോർഡ് സിറ്റി സെൻറ്ററിലാണ് ഈ മാർക്കറ്റ്, ബ്രോഡ് സ്ട്രീറ്റിനകത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി നേരെ ഓക്സ്ഫോർഡ് സിറ്റി സെൻറ്ററിൻ്റെ നേരെ മിഡിലിൽ ചെന്ന് ഇറങ്ങി. ഇറങ്ങി ബസ് ഇറങ്ങി പുറത്തോട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതാണോ ദ ബെസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ അല്ലായിരിക്കാം, ഇതിനേക്കാളും ബെസ്റ്റൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റിങ്ങും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. സോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നടക്കാൻ തുടങ്ങുന്നത് തന്നെ. ഈ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഇരിക്കുന്നത് ഫുഡിലും പിന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസും ആയിരിക്കും. അപ്പോൾ മെയിൻലി ഫുഡാണ്. അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ കുറേ സ്റ്റോഴ്സൊക്കെ കണ്ടപ്പോൾ തന്നെ പിള്ളേരുടെ കൺട്രോൾ പോകാൻ തുടങ്ങി. അവരിങ്ങനെ ഹംഗ്രി എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ നമ്മളില്ല നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം, ഇനിയും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് വലിച്ചാണ് ഓരോ സ്ഥലത്തും കൊണ്ടുപോകണേ. അപ്പോൾ ആദ്യം ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അപ്പോൾ വേണ്ട എന്ന്. പിന്നെ ക്യാൻഡിയുടെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇത് വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ചോക്ലേറ്റ്സും ക്യാൻഡീസും മാത്രമൊന്നും അല്ല കേട്ടോ. മീറ്റ് ഐറ്റംസ് ഉണ്ട്, സോസേജസും അങ്ങനത്തെ സാധനങ്ങൾ, ചീസ്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ അനുവിന് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കും. പക്ഷേ എനിക്കും പിള്ളേർക്കും ഞങ്ങൾക്ക് ചോക്ലേറ്റിനോടൊരു പ്രത്യേക ആഭിമുഖ്യം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കൈ എപ്പോഴും ഇങ്ങനെ ചോക്ലേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. കുറേ നേരമൊക്കെ നോനോ പറഞ്ഞെങ്കിലും പിന്നെ ഫൈനലി ഞങ്ങൾ ഗിവ് അപ്പ് ചെയ്ത് ഞങ്ങൾ ഫഡ്ജിൻ്റെ ഷോപ്പ് എത്തിയപ്പോൾ ഞങ്ങൾക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഫഡ്ജ് ഇങ്ങനെ മുറിച്ച് ബ്ലോക്സ് ഇങ്ങനെ കുന്നാരം കൂട്ടി ഇട്ടേക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ ദിസ് ഈസ് ദ പ്ലേസ്, വി ഷുഡ് സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ തീരുമാനമായി. ഫഡ്ജാണ് വാങ്ങേണ്ടതെന്ന് തീരുമാനിച്ചെങ്കിലും ഫഡ്ജിൻ്റെ ഫ്ലേവേഴ്സ് കണ്ടപ്പോൾ ഒരു കുന്നാരം ഫ്ലേവർ. അപ്പോൾ ഏത് വാങ്ങണം എന്ന് കൺഫ്യൂഷനായി. അങ്ങനെ ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് എനിക്കത് വേണം നിനക്കിത് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാനം ഒരു 3-4 ഫ്ലേവർ വാങ്ങി ഞങ്ങൾ പോന്നു. വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതും എസ്പെഷ്യലി ചോക്ലേറ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തിന്നാന്ന് വെച്ചു. അപ്പോൾ സാമിക്ക് കൊടുക്കുമ്പോൾ അവൻ വായിൽ വാങ്ങുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയ സ്വഭാവമാണ്, എല്ലാം അവന് തന്നെ തിന്നണം, നമ്മളൊന്നും വായി വെച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവന് വാശി, അത് അവൻ്റെ കയ്യിൽ തന്നെ കിട്ടണമെന്ന്. പിന്നെ നമ്മളിപ്പോൾ അതൊന്നും വക വയ്ക്കേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾക്ക് തിന്നാനുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം തിന്നു. അവൻ്റെ വാശി കഴിയട്ടെ എന്ന് തീരുമാനിച്ചു. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആവണതല്ലേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അതിൽ പെട്ടതാണ് ഈ ഒരു കുക്കീസ്. വലിയ കുക്കീസാണ് കേട്ടോ, ജയൻറ്റ് കുക്കീസ്, ലൈക്ക് ഒരു പ്ലേറ്റിൻ്റെ അത്രയും വട്ടം ഉണ്ടാവും. 5 പൗണ്ട് ഒരു കുക്കീസിന്. അപ്പോൾ വീണ്ടും ഇവിടെ എത്തിയപ്പോൾ വീണ്ടും പിള്ളേർ തുടങ്ങി കുക്കീസ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് മുഴുവൻ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. തൽക്കാലം ഇത് കണ്ട് തൃപ്തി അടഞ്ഞോളാൻ പറഞ്ഞു. ഇത് ഞങ്ങൾ വാങ്ങിയൊന്നും ഇല്ല കേട്ടോ.
എനിക്ക് ഇവിടുത്തെ ഒരു വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്രൗഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ നമുക്ക് ആ ഒരു എന്താ പറയുക ക്രിസ്മസ് ഫീൽ കിട്ടാനുള്ള അത്ര ആൾക്കാരുണ്ട് താനും. എല്ലാവരും ഭയങ്കര വാം വെൽക്കമായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റി അത് നല്ല രസമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഡെക്കറേഷൻസ് ആയാലും നമുക്ക് ശരിക്കും നല്ലൊരു ക്രിസ്മസ് ഫീൽ കിട്ടും ഇവിടുത്തെ ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ. ഫുഡിൻ്റെ പറയുകയാണെങ്കിൽ കുറേ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട് കേട്ടോ. ഞാനത് ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഏരിയ അല്ലെങ്കിൽ മീറ്റിൻ്റെ സംഭവങ്ങളൊന്നും ഞാൻ അത്രയും ശ്രദ്ധിക്കത്തുമില്ല, പറയത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ ടൈപ്സ് ഓഫ് ഫുഡ് ഉണ്ട്, അതിൻ്റെ സ്റ്റോൾസ് ഉണ്ട്. എല്ലാവരും നല്ല ബിസിയായി അത് പ്രിപ്പയർ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ബ്രോഡ് സ്ട്രീറ്റിൻ്റെ മിഡിലിൽ എത്തുമ്പോഴാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ. താഴെ എല്ലാട്ടോ നിൽക്കുന്നത്, മുകളിൽ നിൽക്കുന്നൊരു ക്രിസ്മസ് ട്രീ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ലൈവായിട്ട് ഒരു മ്യൂസിക്കൽ ഇത് നടക്കുന്നുണ്ട്. ലൈവായിട്ട് ഒരാളിന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു ഇച്ചിരി ക്രൗഡ് നമുക്ക് കാണാൻ പറ്റുക. ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് ഫുഡ് വാങ്ങി കഴിച്ച് ഒരു ബിയറൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഒരു വൈനൊക്കെ വാങ്ങി അങ്ങനെ നിന്ന് എൻജോയ് ചെയ്ത് ആ മ്യൂസിക് എൻജോയ് ചെയ്ത് ആ ഭാഗത്ത് മാത്രം ഒരു ഇച്ചിരി ക്രൗഡ് കാണാം. അതർവൈസ് എല്ലായിടത്തും ഇങ്ങനെ ഒരു നോർമൽ ആൾക്കാരുടെ ഒരു ക്രൗഡേ ഉള്ളൂ. അവിടെ നിന്ന് കുറച്ചും കൂടെ ഞങ്ങളങ്ങനെ നടന്നപ്പോഴാണ് ഈ ഒരു ബസ് കണ്ടത്. നല്ല ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള മറ്റേ ഓക്സ്ഫോർഡ് സൈറ്റ് സീയിങ്ങിൻ്റെ ഹോപ്പ് ഓൺ ആ ബസ്സാണ് അത്. പക്ഷേ ഫുള്ളി ക്രിസ്മസ് ഡെക്കറേറ്റഡ് ആയിട്ട് ഒരു സാന്റാക്ലോസ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. സാന്റയുടെ ഹെൽപ്പേഴ്സ് പോലെ കുറേ പേര് ക്രിസ്മസ് ഹാറ്റിനകത്ത് ചോക്ലേറ്റ്സ് പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ നോർമലി ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവർ ഇപ്പോൾ സാന്റയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ നമ്മൾ പൈസയൊക്കെ കൊടുക്കണം. ഇത് ഒന്നുമില്ല, സാന്റ വരുന്നു, എല്ലാ കിഡ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം. അതുപോലെ പിള്ളേർക്കൊക്കെ അവർ ഫ്രീ ആയിട്ട് കുറേ ചോക്ലേറ്റ്സ് കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓക്സ്ഫോർഡ് സിറ്റി ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു അതിനെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷെ ബ്യൂട്ടിഫുള്ളി ഡൺ എന്ന് ഞാൻ പറയും. നല്ല രസമായിട്ടുണ്ട്. അവിടെ മ്യൂസിക് ബാൻഡ്സ് വന്നിട്ട് അവർ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒന്ന് സാന്റ ഇതുപോലെ എല്ലാവരെയും പിള്ളേരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്നു, എൻകറേജ് ചെയ്യുന്നു. നല്ല രസം. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, പോയി സാന്റയുടെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ട. ഈ ബസ്സിൻ്റെ തൊട്ടടുത്താണ് പിന്നെ ഞങ്ങൾ ഇത് കണ്ടത്, ഒരു കെറോസൽ, മെറി ഗോ റൗണ്ട്. എന്താ പറയുക, ഞാൻ വേറെയും കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ എന്താ പറയുക ഫൺ പാർക്കുകളിലൊക്കെ. പക്ഷെ ഇത്രയും ഗ്രാൻഡായിട്ടുള്ള ഒരെണ്ണം ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര നോർമലായിട്ട് ഇങ്ങനെ ഡബിൾ ഡെക്കറൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഡബിൾ ഡെക്കർ, അതും നല്ല ബ്യൂട്ടിഫുൾ ഹോഴ്സസും എന്താ പറയുക നല്ല രസമുള്ള, ശരിക്കും ഞാൻ മൂവീസിൽ മാത്രം കണ്ടിട്ടുള്ള പോലത്തെ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഒരു പ്രോപ്പർ കെറോസൽ. എന്തൊരു രസം. ആ ഒരു ഏരിയ തന്നെ, ആ ഒരു ഫുൾ കെറോസലിൻ്റെ ലൈറ്റ് കാരണം മൊത്തം ആ ഒരു ഏരിയ ഇങ്ങനെ ലിറ്റപ്പായി നിൽക്കുക. നല്ല ഭംഗി കാണാൻ. ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കണം അത്രയും സമയം മിസ്റ്റർ സാമീസ് സ്ട്രോളറിനകത്തായിരുന്നു. അപ്പോൾ അവൻ അതിനകത്തിരുന്ന് ബോറടിച്ചിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ താഴെ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഇത്തിരി നേരം നമുക്ക് അവനെ അഴിച്ചു വിടാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ട്രാപ്പൊക്കെ ഊരി താഴെ വിട്ടു. ആളങ്ങ് തിമിർക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഫ്രീഡം എൻജോയ് ചെയ്തോടുകൂടി പിന്നെ അവന് സ്ട്രോളറിൽ ഇരിക്കണ്ട, അവന് നടക്കണം. നമ്മൾ എടുക്കാൻ സമ്മതിക്കില്ല, സ്ട്രോളറിൽ എടുത്താൽ സമ്മതിക്കില്ല. അവനിങ്ങനെ നടന്ന് ഓടി നടക്കണം. അതും ഒരാളെ കാണുമ്പോഴും പേടിയില്ല. എന്നുവെച്ചാൽ ആരും അവനെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവനങ്ങ് എന്താ പറഞ്ഞാൽ അഴിഞ്ഞാടുകയാണ് നടന്നിട്ട്. ഈ കെറോസിൽ ഞാൻ കുറേ നേരം നിന്ന് കണ്ടു കേട്ടോ. എന്തൊരു ഭംഗിയാണ്. എന്താ പറയുക, ഒരു പ്രിൻസസ് തീം, ഒരു മാജിക്കൽ തീം. അതിലത്തെ ഹോഴ്സസ് ആയാലും അതിലത്തെ മിറേഴ്സ് ആയാലും അതിലത്തെ കാട്ടുകളായാലും എന്തൊരു ഭംഗിയാണ്. എനിക്കറിയില്ല, ഞാൻ കുറേ നേരം നിന്ന് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങളങ്ങ് ഫർദർ നടന്നു ആ സ്ട്രീറ്റിൽ തന്നെ. അപ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടെ ഫർദർ പോകുമ്പോൾ പിന്നെയുണ്ട് ഒരുപാട് ഷോപ്സ്. പക്ഷെ അവിടെയൊക്കെ ഫുഡൊക്കെ കുറഞ്ഞു.
വേറെ പലതരത്തിലുള്ള ഷോപ്പുകളായി ബുക്സിൻ്റെ ഉണ്ട്, പിന്നെ ഓരോ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഷോപ്സ് ഉണ്ട്, പിന്നെ ഇങ്ങനെ കുഞ്ഞി എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക കമ്മൽ മാല അങ്ങനത്തെയൊക്കെ സെല് ചെയ്യണം കുഞ്ഞി ഷോപ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫുഡിൻ്റെ ഇതില്ലാണ്ടാകുമ്പോൾ തന്നെ ക്രൗഡ് ഇച്ചിരി കുറയും. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഒട്ടും ആളില്ല എന്ന് തന്നെ പറയാം, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കെറോസലിൻ്റെ വ്യൂവിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള കുറേ പേര്. അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ 2-3 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് അവർ ഫാമിലിയായിട്ട് ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ച് ഞാനങ്ങനെ കുറേ പേരുടെ ഫോട്ടോഗ്രാഫറൊക്കെ ആയി. ഈ പുലിയൊക്കെ എന്താ പറയുക കൂട്ടിൽ നിന്ന് ചാടിയെന്ന് പറഞ്ഞ പോലെ സാമി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയോടുകൂടി പിന്നെ അവനെ തിരിച്ചു കയറ്റാൻ സമ്മതിക്കുന്നില്ല. സ്ട്രോളറിൽ കയറാനും സമ്മതിക്കില്ല, എടുക്കാനും സമ്മതിക്കില്ല. അവൻ നടക്കണോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, പക്ഷെ ഇങ്ങനെ പോവാ, മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ കൂടെ ഉണ്ടോയെന്ന് ഒന്നുമില്ല. നടന്ന് ഏതൊക്കെയോ ആൾക്കാർക്ക് പോയി ഹൈഫൈ കൊടുക്കുക, ഒരു പേടിയില്ലാണ്ട് ഇങ്ങനെ കിടന്ന് നടക്കുവാണ്. അങ്ങനെ നടന്ന് ബ്രോഡ് സ്ട്രീറ്റിൻ്റെ അറ്റമെത്തിയോന്ന് എനിക്കറിയില്ല. എന്തായാലും ക്രിസ്മസ് മാർക്കറ്റ് തീർന്നു എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അതേ വഴി കൂടെ തിരിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇതേ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നടന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടത് ഈ ഒരു കണ്ട ഷോപ്പിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ഗുഡ്സ് സെല് ചെയ്യണ 2-3 ഷോപ്സ് കണ്ടു. അപ്പോൾ അവിടെ നമുക്കറിയാലോ ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞാൽ ഫേമസ് ഫോർ ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. അപ്പോൾ അവിടുത്തെ അവരുടെ ഈ പറഞ്ഞ പോലത്തെ സ്വെറ്റേഴ്സോ അല്ലെങ്കിൽ കുറേ തിങ്സ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിൻ്റെ തന്നെ ലേബൽ ചെയ്തിട്ടുള്ള കുറേ ഗുഡ്സ് വിൽക്കുന്ന ഷോപ്പുകൾ. അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു ഡ്രീം എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതൊക്കെ നല്ല രസമുള്ള ഷോപ്സ്, എല്ലാം നല്ല രസമായി ഡെക്കറേറ്റ് ചെയ്തത്. അങ്ങനെ തിരിച്ച് നടക്കുന്ന വഴിയെത്തിയപ്പോൾ വീണ്ടും ഈ ചുറോസിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ചോക്ലേറ്റ് ആകുമ്പോൾ വിശപ്പ് പിന്നെയും വരുമല്ലോ. പിള്ളേർ പിന്നെയും ചുറോസ് എന്നിട്ട് അവിടെ നിന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ എങ്ങനെയൊക്കെയോ പറഞ്ഞവരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് പിന്നെ ഞങ്ങൾ ചുറോസ് വാങ്ങാതെ ഞങ്ങൾ ചുറോസ് ഷോപ്പിൽ നിന്ന് തിരിച്ചു പോന്നു. കുറച്ച് ദിവസം മുമ്പ് എല്ലയ്ക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ഈ ബബിൾസ്. അപ്പോൾ അത് വീട്ടിനകത്ത് ഞാൻ ചെയ്യേണ്ട പുറത്തു പോകുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നത് ഇന്ന് അവർ ഓർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ആളില്ലാത്ത സ്ഥലം കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പോൾ വേണേൽ ബബിൾസ് ചെയ്തോ എന്ന് പറഞ്ഞ് കുറച്ച് നേരം എന്ത് ഭയങ്കര തണുപ്പാണ്, എന്നിട്ട് വെറുതെ നിന്നിട്ട് ബബിൾസ് ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് ബബിൾസ് ഊതി. അതും ഒരു ഫൺ. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിൽ നടത്താൻ ഞങ്ങൾ നിർത്തിയിട്ട് ബ്രോഡ് സ്ട്രീറ്റിൻ്റെ പുറത്ത് കിടന്നു. എന്നിട്ട് ഓക്സ്ഫോർഡിൻ്റെ വേറെ 2-3 സ്ട്രീറ്റിൽ കൂടെയും വെറുതെ ഒന്ന് നടന്നു. അപ്പോൾ കുറേ ഷോപ്സൊക്കെ നല്ല ബെസ്റ്റായിട്ട് ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ രാത്രിയാണ് നടക്കുന്നുണ്ട്, കുറേ ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ട്, പക്ഷേ നല്ല രസമുള്ള ബാക്കിയുള്ള സ്ട്രീറ്റുകളായാലും ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റ് പോലെ ഡെക്കറേറ്റഡ് അല്ലെങ്കിലും നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത സ്ട്രീറ്റുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെയൊക്കെ നടന്നു. പിന്നെ ഫൈനലി ഞങ്ങൾ വിചാരിച്ചു എന്നാലും ഇനിയിപ്പോൾ ഒരു 2-2.5 മണിക്കൂറായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇനി തിരിച്ച് ബസ് കയറാമെന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽപ്പായി. പിന്നെ ബസ്സിൽ ഞങ്ങൾക്ക് കയറിക്കഴിഞ്ഞാൽ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകണം എന്നുള്ളതും മുകളിലത്തെ ഫ്ലോറിൽ ഫസ്റ്റ് സീറ്റ് ഉണ്ടെങ്കിൽ അതിവിടെ തന്നെ ഇരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ മുകളിൽ കയറി ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. തിരിച്ച് നേരെ പാർക്ക് ആൻഡ് റൈഡിൻ്റെ സ്ഥലത്തേക്ക് എത്തി. അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ കാറെടുത്ത് തിരിച്ച് വീട്ടിലോട്ടുള്ള ഡ്രൈവ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഡേ എന്ന് ഞാൻ പറയില്ല, കാരണം വെച്ചാൽ ഞങ്ങളുടെ ഒരു ഈവനിങ് ഒരു 2-3 മണിക്കൂറായിരുന്നു. പക്ഷെ അത് നല്ല രസമായിരുന്നു. ശരിക്കും എനിക്കൊരു ക്രിസ്മസ് ഫീൽ കിട്ടി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തൊരു ക്രിസ്മസ് മാർക്കറ്റാണ്. അപ്പം എല്ലാവർക്കും അടിപൊളി ഒരു ക്രിസ്മസ് സീസൺ വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.